എ.സി.ടി കുഞ്ഞമ്മയുടെ ഫൗണ്ടറാണ് പോസ്റ്റർ ഡിസൈൻ പരിപാടികൾ. Yeah. അപ്പോൾ സിനിമ അഭിനയമാണോ പോസ്റ്റർ ഡിസൈനിങ് ആണോ ഇപ്പൊ രണ്ടുകൂടെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? ഇപ്പൊ അത് ബിസി ആക്ടറായി. ഇല്ല, അത് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ചെറുപ്പം തൊട്ട് ഒരു 3ാം ക്ലാസ് തൊട്ട് നാടകം പഠിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. ആ അഭിനയത്തിലേക്ക് എത്താനായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ 10ാം ക്ലാസ്സിൽ സ്കൂൾ ബസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു കുഞ്ചാക്കോന്റെ അതെ റോഷൻ ആൻഡ്രൂ സാറിന്റെ പടത്തില്. അതിന് മുന്നേ ഞാൻ ജൂഡാന്തണി ജോസഫ് സാറിന്റെ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയെങ്കിലും അഭിനയത്തിലേക്ക് എത്തുക എന്നൊക്കെയുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ ഈ പറയുന്ന പോലെ ലോക്ക്ഡൌണിൽ തുടങ്ങുന്ന പേജാണ് എ.സി.ടി കുഞ്ഞമ്മ. അതിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഡിസൈനിൽ എത്തിപ്പോയതാണ്. എനിക്ക് ആഗ്രഹം ഓർക്കുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ ചെറുതായിട്ട് ഓരോരോ പോസ്റ്റേഴ്സ് ചെയ്ത്. ഒരിക്കലുമില്ല, ഞാൻ ഈ ഫോണിലും ഇതിലൊക്കെ പോസ്റ്റർ ചെയ്തോണ്ടിരുന്നത് എന്റെ തല വെച്ചിട്ട് എന്റെ ഷോർട്ട് ഫിലിംസിനൊക്കെയാണ്. എനിക്ക് എന്റെ തല കാണണം പോസ്റ്ററിൽ എന്നുള്ള. അതെ, അപ്പൊ അങ്ങനെ അതിൽ നിന്ന് ഇപ്പം അഭിനയിക്കാൻ പറ്റുന്നത് ഭയങ്കര ഭാഗ്യം. പ്രത്യേകിച്ച് ഇങ്ങനെ ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സിൽ നിന്ന് പെട്ടെന്ന് ഒരു സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്റർ ചെയ്യുക, മമ്മൂക്കയും ലാലേട്ടനൊക്കെ ഇപ്പം വർക്ക് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. അപ്പൊ സോ അങ്ങനെ ഒരു ട്രാൻസിഷൻ ആണ് സംഭവിച്ചേക്കുന്നത്. ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, പോസ്റ്റർ ഡിസൈനിങ് ആണോ ആക്ടിങ്? അയ്യോ, അത് അങ്ങനെ ചോദിക്കുവാണെങ്കിൽ എനിക്ക് ആക്ടിങ് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന എന്റെ ഏറ്റവും വലിയ പാഷനിൽ ഒന്നാണ് ആക്ടിങ്. ഡിസൈനും അതേപോലെ തന്നെ എനിക്ക് സിനിമയുടെ എല്ലാ ഭാഗത്തിലും ഉൾപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അതായത് മാർക്കറ്റിങ്ങും ബാക്ക് സൈഡിലും ഒക്കെ എനിക്ക് എന്തെങ്കിലും തരത്തിൽ സിനിമയിൽ അസോസിയേറ്റ് ചെയ്താൽ മതി. എനിക്ക് വേറെ ഒരു പണിയില്ലെങ്കിലും സിനിമയിൽ വെറുതെ പോയി നിൽക്കാനെങ്കിലും പറ്റുക എന്നുള്ളതാണ്. അതെനിക്ക് ഡിസൈനിലൂടെ പറ്റുന്നുണ്ട്. എൻ്റെ ക്രിയേറ്റീവ് ഫ്രസ്ട്രേഷൻസ് എനിക്ക് ഡിസൈൻ ചെയ്ത് പുതിയ സാധനങ്ങൾ കൊണ്ടുവരാനും എന്റെ വാക്ക് വിശ്വസിക്കുന്ന ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ വരിക എന്നൊക്കെ പറയുന്ന ജഡ്ജ്മെന്റ് കിട്ടുന്നുണ്ട്. അതെ, ഹിറ്റ്. അപ്പൊ പല ഭാഷകളിൽ എനിക്ക് ചെന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ എന്നൊക്കെ പറയുമ്പോൾ അവർ കേൾക്കുകയും അവർ നമുക്കും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഐ എം ഗെറ്റിംഗ് എ ചാൻസ് ടു ബി എ പാർട്ട് ഓഫ് ദി ഇൻഡസ്ട്രി. എനിക്ക് ഒരുപാട് മേഖലകൾ ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരുപാട് ഒരു ഐഡിയാസ് കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെ എനിക്ക് ആക്ടറിലേക്കുള്ള വളർച്ചയെ സഹായിക്കും എന്തെങ്കിലും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പ്രോസസ്സ് മനസ്സിലാക്കൽ, അതാണ് മെയിൻ പരിപാടി. ആക്ടിങ്ങിന്റെ ഒരു കരിയർ ജേർണി നോക്കുമ്പോഴത്തേക്ക് അരുൺ ഒരു ഇൻസ്റ്റന്റ് പോസ്റ്റ് ഇടും, മറ്റേ ലിറ്റിൽ ഹാർട്സ് എന്ന ഫിലിമിലെ ബംഗാളിയായിട്ട് ചെയ്ത റോൾ. അത് ഒരുപാട് മനസ്സിൽ ഇഷ്ടപ്പെട്ട റോളാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇടാൻ തോന്നിയത്? ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ ചെയ്ത വളരെ ഡിഫറെന്റ് ആയിട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എനിക്ക് ഫിസിക്കലിയും ഇപ്പം ഡയലക്ട് വൈസ് ഒക്കെ പുഷായി ഒരു പുതിയൊരു ക്യാരക്ടർ ആവാൻ പറ്റും. എനിക്കത് മനസ്സിലായില്ലായിരുന്നു, ഞാൻ ഇന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ആരോണായിരുന്നു. അതെ. അപ്പം ഞാൻ പോകുന്ന വഴി, സെറ്റിലേക്ക് പോകുന്ന വഴി അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കുകയും ഡയലോഗ് പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. അവിടെ ചെന്ന് ഞാൻ ഇതേപോലെയുള്ള ഒരു ആസാമീസ് പയ്യനുള്ള ഒരു ആക്രിക്കടയിലൊക്കെ ചെന്ന് നിന്ന് ഞാൻ പണിക്ക് നിന്നിട്ടാണ് ആ ഡയലക്റ്റ് ഒക്കെ പഠിച്ചെടുത്തത്. ബോഡി മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അതെ. അപ്പൊ എന്നെ അവിടുത്തെ ഒരു ചായക്കടയിൽ ചേട്ടൻ ഹയർ ചെയ്യാൻ വരെ പോയിട്ടുണ്ട്. നീ കൊള്ളാം, നീ നാളെ ഷെയ്ക്ക് അടിക്കാനും ചായ അടിക്കാനും ഞാൻ പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞു. അപ്പം അത്തരത്തില് ഞാൻ അത്യാവശ്യം കുറച്ച് പണിയെടുക്കാൻ നോക്കുകയും ഞാൻ മാക്സിമം ബിലീവബിൾ ആക്കുകയും എന്റെ കുറച്ച് പരിപാടികളൊക്കെ ഇട്ടാണ് അത് ചെയ്തത്. 100% ഒരു സാധനത്തിലേക്ക് എത്തിയില്ല എന്നറിയാം, എന്നാലും എവരിബഡി എൻജോയ്ഡ് ഇറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭയങ്കര എനിക്ക് പുഷ് ചെയ്യാൻ പറ്റിയൊരു സാധനമായിരുന്നത്. ചിലർക്ക് അത് ഒറിജിനൽ ബംഗാളി ആണെന്നൊരു സന്തോഷം. ഒരു ആക്ടറിന്റെ ഒരു വിജയം തന്നെയാണ്. ഉറപ്പായിട്ടും.